കൽപ്പനയാകുന്ന ന്യായപ്രമാണമെല്ലാം നിവർത്തിച്ചു, നാം അതനുസരിക്കേണ്ടതില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഇവരിപ്പോഴും മുറുകെ പിടിക്കുന്നത് 10 കൽപ്പനയാണ്. അതാണ് ന്യായപ്രമാണം എന്നാണ് ഇവരുടെ വിചാരം. ഈ 10 കൽപ്പന, ആ 10 കൽപ്പനകൾ ഇവരിങ്ങനെ മുറുകെ പിടിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ 10 കൽപ്പന മുറുകെ പിടിക്കുന്നവരാണെന്ന്. ശരിയായ പരമാർത്ഥം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ 10 കൽപ്പന അനുസരിക്കണമെന്ന് തന്നെ പഠിപ്പിക്കുന്നവരാണ്. എന്നാൽ 10 കൽപ്പന അനുസരിക്കേണ്ട എന്ന് പഠിപ്പിക്കുന്ന ജോബി ഹാൽവിൻ സഹോദരനോട് ഞാനൊരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. സഹോദരന്റെ അയൽപ്പക്കത്ത് വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെന്നിരിക്കട്ടെ. വേറെ ദുർവ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കരുത്, ഞാൻ ഉദാഹരണം പറയുകയാണ്. അപ്രകാരം വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ദിവസം രാവിലെ സുവിശേഷം പറയുവാൻ സഹോദരൻ പോകുന്നു എന്ന് ചിന്തിക്കുക. അവിടെ ചെന്ന മനുഷ്യനോട് എന്ത് സുവിശേഷം പറയും? സഹോദര, വ്യഭിചാരം ചെയ്യരുത് എന്നൊരു പ്രമാണം പണ്ടുണ്ടായിരുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ മരിക്കുന്നത് വരെ. കാൽവരി ക്രൂസിൽ യേശു മരിച്ചതോടുകൂടി 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം അങ്ങ് നീങ്ങിപ്പോയി. അതുകൊണ്ട് താങ്കൾക്ക് ആവശ്യം പോലെ വ്യഭിചാരത്തിൽ ജീവിക്കാം എന്ന് പഠിപ്പിക്കുമോ? കാരണം പ്രമാണം നീങ്ങിപ്പോയല്ലോ. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്, നാം വഞ്ചിക്കപ്പെടരുത്. ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവയെയും ദൈവകൽപ്പനകൾക്കെതിരെ തിരിച്ചുവിട്ട് മനുഷ്യനെ പാപത്തിൽ അകപ്പെടുത്തിയ പിശാച് ഇന്നും ജോബി ഹാൽവിൻ സഹോദരനെ പോലെ ഉള്ളവരിലൂടെ അനേക ജനകോടികളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരപ്പൻ മകനോട് പറയുന്നു, മോനെ ഇങ്ങോട്ട് വാടാ എന്ന് പറയുമ്പോൾ മകന്റെ മറുപടി, അപ്പ ന്യായപ്രമാണം നീങ്ങിപ്പോയി, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നൊരു പ്രമാണം ഇന്നില്ല, ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനല്ല, ഞാൻ ന്യായപ്രമാണത്തിനും അപ്പുറത്തുള്ള മറ്റെന്തിനോ കീഴിലുള്ളവനാണ് എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെയുള്ള തലതിരിഞ്ഞ മക്കളെ ഓർത്ത് ദൈവം തമ്പുരാൻ ദുഃഖിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പ്രമാണം വേണ്ട, ഞങ്ങൾ പ്രമാണത്തിനും അപ്പുറത്തുള്ള മറ്റെന്തിനോ കീഴിലാണെന്ന് പറയുന്ന അനുസരണം കെട്ട മക്കളെ ഓർത്ത് ദൈവം അനുതപിക്കുകയാണ്. എൻ്റെ വാക്കുകൾ അല്പം കടുത്തുപോയെങ്കിൽ ക്ഷമിക്കുക. വേദനിപ്പിക്കാനല്ല, നന്നാക്കാനാണ്. ദൈവത്തിന്റെ പ്രമാണത്തിനെതിരെ നിൽക്കുന്നവരെ ഓർത്ത് ദൈവം ദുഃഖിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പ്രമാണത്തിന് കീഴിലല്ല എന്ന് പറയുന്നത് എത്ര ഭോഷത്വമാണെന്ന് തിരിച്ചറിയുക. ജോബി ഹാൽവിൻ സഹോദരന്റെ മറ്റൊരാക്ഷേപം, ഞങ്ങൾ അപ്പോൾ കാണുന്നവനെ അപ്പാ അപ്പാ എന്ന് വിളിക്കുന്നവരാണെന്നാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. കാരണം അവരുടെ ഒരു പ്രത്യേകത തന്നെ അപ്പോഴെന്താണ് കാണുന്നത് അതിനെ വിശ്വസിക്കുന്നു, അത് വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പിടിക്കും. എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഇവിടെ ഇസ്രായേലിൽ യഹൂദന്റെ മകളായിട്ട് ഞാൻ ജീവിക്കുകയാണ്. അവർക്ക് 6 മക്കളുണ്ട്, അതിൽ 7ാമത്തെ ആളായിട്ട് ജീവിക്കുകയാണ് കേട്ടോ. അതിനാണ് പറയുന്നത്, നമ്മൾ പറയുന്നത് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റമാണ്. ഇനി അവിടെ നിന്ന് മാറി ഒരു അറബിയുടെ വീട്ടിൽ ചെന്ന് വീട്ടു ജോലിക്ക് നിന്നാൽ അവിടെ ഉള്ളവനെയും ചിലപ്പോ ബാപ്പ എന്ന് വിളിച്ചെന്നിരിക്കും. കാരണം അതൊന്നും വലിയ ഉളുമ്പില്ലാത്ത ഒരു രീതിയാണ് നമ്മളവിടെ കാണുന്നത്. അതാരെ അപ്പ എന്ന് വിളിക്കുന്നത് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. പക്ഷേ ഉപദേശം അപ്പപ്പോ കാണുന്നത് പറയുന്നതല്ല ഉപദേശം എന്ന് പറയുന്നത്. അത് ഉപദേശത്തിൽ നിലനിൽക്കുവാൻ ഉള്ള ത്രാണി ഉണ്ടാവണം. നിങ്ങൾ കേട്ടല്ലോ, ഇക്കൂട്ടർ അപ്പോൾ കാണുന്നവനെ അപ്പ അപ്പ എന്ന് വിളിക്കുന്നവരാണ്. എന്നാൽ ആരാണ് അപ്പോൾ കാണുന്നവനെ അപ്പ അപ്പ എന്ന് വിളിക്കുന്നത്? ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ കേട്ടോ, അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്നും നമ്മുടെ ആൾക്കാർ തന്നെ, ദൈവമക്കൾ തന്നെ ഗൾഫിൽ, മിഡിൽ ഈസ്റ്റിലൊക്കെ ആരാധിക്കുന്നവർ വെള്ളിയാഴ്ചയാണ് ആരാധിക്കുന്നത്. അമേരിക്കയിലും മറ്റ് ഇതര രാഷ്ട്രങ്ങളിലും ഞായറാഴ്ചയാണ് ആരാധിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കുറച്ചുപേര് ശനിയാഴ്ച ആരാധിക്കും. അപ്പോൾ ഇവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കൃത്യമായി ശ്രമിക്കുകയാണ്. ഇന്നും നമ്മൾ ഇസ്രായേലിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന അവധി ദിവസം ശാബത്താണ്. അന്നേ നമുക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതിന്റെ അതിർത്തി മാറി ഇപ്പുറത്തേക്ക് വന്ന് നോക്കൂ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ വന്നാൽ അവിടെ നമുക്ക് കിട്ടുന്ന അവധി ദിവസം വെള്ളിയാഴ്ചയാണ്. അവിടെ നിന്ന് നേരെ മാറി ഇന്ത്യയിലേക്ക് വന്ന് നോക്കൂ, അവിടെ വരുമ്പോൾ അവധി ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ എന്നാണോ അതത് രാഷ്ട്രം സ്വസ്ഥതയ്ക്കായി നൽകിയിരിക്കുന്നത്, ആ ദിവസം ആരാധനയ്ക്കായി എടുക്കുക എന്നതിലുപരി 7ാം ദിവസം തന്നെ വേണം എന്ന് ശഠിക്കുന്നത് ഒരു ബാലിശമായ കാര്യമാണ്. അത് ന്യായപ്രമാണപരമായ കാര്യമാണ്. അത് വചനം അനുശാസിക്കുന്ന കാര്യമല്ല. ഇവിടെ ജോബി ഹാൽവിൻ സഹോദരൻ പറയുകയാണ്,
ഞങ്ങൾ ഗൾഫിൽ ചെന്നാൽ വെള്ളിയാഴ്ച ആരാധിക്കും, ഞങ്ങൾ അമേരിക്കയിൽ ചെന്നാൽ ഞായറാഴ്ച ആരാധിക്കും, ഇനി അഥവാ ശനിയാഴ്ച ആരാധനയുള്ളിടത്ത് ചെന്നാൽ ഞങ്ങൾ അപ്പോൾ ആരാധിക്കും. അപ്പോൾ ആരാണ് ഈ അപ്പോൾ കാണുന്നവനെ അപ്പ അപ്പ എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കട്ടെ. ഞങ്ങൾക്ക് ഒരൊറ്റ അപ്പനേ ഉള്ളൂ, ഞങ്ങളുടെ അപ്പൻ ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ. അത് ഞങ്ങൾ ഗൾഫിൽ ചെന്നാലും, ഞങ്ങൾ അമേരിക്കയിൽ ചെന്നാലും, ഇനി ന്യൂസിലാൻഡിൽ ചെന്നാലും, ഇന്ത്യയിൽ വന്നാലും ഞങ്ങളുടെ അപ്പന്റെ പ്രമാണം ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്. ഞങ്ങൾ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവരല്ല. കാരണം ഞങ്ങൾക്ക് ഒറ്റ അപ്പനേ ഉള്ളൂ, അത് ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ്. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. ഞാൻ ചോദിക്കട്ടെ, ബാബിലോണിൽ വെച്ച നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയ ശദ്രക്ക്, മേശക്ക്, അബേദ്നഗോ എന്നീ ബാലന്മാരോട് നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു, വണങ്ങുവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ബാലന്മാർ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വണക്കം ഒരു പ്രശ്നമേ അല്ല, ഞങ്ങൾ ബാബിലോണിൽ വരുമ്പോൾ ഇവിടെയുള്ളതിനെ വണങ്ങും, ഞങ്ങൾ ഗൾഫിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളതിനെ വണങ്ങും, ഞങ്ങൾ ഇനി ഇന്ത്യയിൽ വന്നാൽ ഇവിടെയുള്ളതിനെ വണങ്ങും എന്നവർ പറഞ്ഞില്ല. പിന്നെ അവരെന്താ പറഞ്ഞത്? അവരുടെ അപ്പന്റെ പ്രമാണം ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കതിനെ വണങ്ങാൻ സാധ്യമല്ല എന്ന്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരം ദുരുപദേശങ്ങളുടെ വഞ്ചനയിൽ നാം അകപ്പെട്ടു പോകരുത്. ദൈവം മനുഷ്യവർഗത്തിന് എല്ലാ കാലത്തും ആരാധനയ്ക്കും സ്വസ്ഥതയ്ക്കുമായിട്ട് വേർതിരിച്ച് നൽകിയ വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയാകുന്ന വിശുദ്ധ ശബതാണ്. അതൊരു സ്വസ്ഥ ദിവസം മാത്രമാണ്, ആരാധിക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന പലരുടെയും ചിന്താഗതി. ആ ചിന്താഗതിയെ മാറ്റിത്തരാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 3-ാമത്തെ വാക്യം, ലേവ്യ 23:3 അവിടെ ഇങ്ങനെ വായിക്കുന്നു: 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത. അപ്പൊ കയ്യും കെട്ടി വെറുതെ ഇരിക്കാനുള്ള ശബദം എന്നല്ല, പിന്നെന്താണ്? നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാ ദിവസവും നമുക്ക് ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലാം. എന്നാൽ ആരാധനയ്ക്കായിട്ട് ദൈവം അനുഗ്രഹിച്ച്, ദൈവം ശുദ്ധീകരിച്ച്, മറ്റ് ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ചു തന്ന ദൈവത്തിന്റെ അനുഗ്രഹമുള്ള വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ശബത് മാത്രമാണ്. വേറെ ഒരു ദിവസത്തെയും ദൈവം അനുഗ്രഹിക്കുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്തില്ല. ജോബി ഹാൽവിൻ സഹോദരൻ 100 കൊല്ലം കുത്തിയിരുന്ന ശബദ് മാറിപ്പോയി എന്ന് പറഞ്ഞാലും മാറിപ്പോകുന്ന പ്രമാണമല്ല ഞങ്ങളുടെ അപ്പന്റെ പ്രമാണം. പത്രോസിന്റെ 2-ാം ലേഖനം അതിന് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. കേൾവിക്കാരോട് ഞാൻ പറയുകയാണ്, പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. എന്താ മനസ്സിലായി? എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നാം വഞ്ചിക്കപ്പെടരുത്. അനേക കള്ളപ്രവാചകന്മാരെ പിശാച് ഈ അന്ത്യകാലത്ത് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ വഞ്ചനയിൽ നാം കുടുങ്ങിപ്പോകരുത്. വീണ്ടും ജോബി ഹാൽവിൻ സഹോദരന്റെ മറ്റൊരു ആക്ഷേപം, ഞങ്ങൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാര് ദുരുപദേശം മാത്രം പഠിപ്പിക്കുന്നവരാണെന്നാണ്. എന്താ അദ്ദേഹത്തിന്റെ ആക്ഷേപം? സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ ഈ കൂട്ടര് ദുരുപദേശം മാത്രം പഠിപ്പിക്കുന്നവരാണെന്നാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കേൾക്കാം. ഞാൻ കള്ളം പറഞ്ഞാണോ ഇല്ലെന്ന് അറിയണമല്ലോ. നിങ്ങൾ കേട്ട് നോക്കിക്കേ.
അതുകൊണ്ട് സെവൻത് ഡേ അഡ്വന്റിസ്റ്റിനെ വളരെ ശ്രദ്ധിച്ച് കരുതലോട് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. അവർ പഠിപ്പിക്കുന്നത് 100% ദുരുപദേശങ്ങൾ മാത്രമാണ് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് അവരെ കുറിച്ചുള്ള ദുരുപദേശ പഠനങ്ങൾ വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ കുറച്ചുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കി തരുവാനുള്ള ശ്രമം നടത്താം. അതുകൊണ്ട് ഇസബെല്യ വിശദീകരണങ്ങളിൽ വീണു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. ഇപ്പോൾ നിങ്ങൾക്കത് ബോധ്യമായല്ലോ. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ദുരുപദേശം മാത്രം പഠിപ്പിക്കുന്നവരാണ്. ഞാൻ ജോബി ഹാൽവിൻ സഹോദരനോട് ചോദിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തു ഏക രക്ഷിതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇത് ദുരുപദേശമാണോ? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരുവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു, ഇത് ദുരുപദേശമാണോ? കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു, ഇത് ദുരുപദേശമാണോ? സകല ചരാചരങ്ങളെയും 6 ദിവസം കൊണ്ട് നിർമ്മിച്ച ദൈവം ആഴ്ചവട്ടത്തിനൊരു 7ാമത്തെ ദിവസത്തെ കൂടെ ഉണ്ടാക്കുകയും ആ ദിവസത്തെ മറ്റ് ദിവസങ്ങളിൽ നിന്നും വേർതിരിക്കുകയും അതിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് നൽകി മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കായിട്ട് നൽകി എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു, അതാണോ ദുരുപദേശം? പ്രിയമുള്ളവരെ, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. വിശുദ്ധ വേദപുസ്തകം മറ്റൊരു ആരാധനാ ദിവസത്തെ കുറിച്ച് പറയാതിരിക്കെ ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് വചനം നിഷ്കർഷിക്കുകയും ചെയ്യുമ്പോൾ അത് പഠിപ്പിക്കുന്നതാണ് ദുരുപദേശമെന്നാണ് ജോബി ഹാൽവിൻ സഹോദരൻ പറയുന്നത്. ഈ സഹോദരന് ദുരുപദേശം എന്താണെന്ന് മനസ്സിലായില്ല എന്നെനിക്ക് തോന്നുന്നു. എന്താണ് ഈ ദുരുപദേശം? വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുവോ അതിന് നേരെ വിപരീതം പഠിപ്പിക്കുന്നതാണ് ദുരുപദേശം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ശരിക്കും ദുരുപദേശം പഠിപ്പിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്ന സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയോ, അതോ ഞങ്ങൾ ചെല്ലുന്നിടത്ത സൗകര്യം അനുസരിച്ച് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ആരാധിക്കുമെന്ന് പറയുന്ന ജോബി ഹാൽവിൻ സഹോദരനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമാണോ ദുരുപദേശം പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗത്താണ് വിശുദ്ധ ശബത്ത് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തെ ഏത് ഭാഗത്താണ് നാം ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസമാകുന്ന ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു വാക്യമെങ്കിലും തെളിവായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഉടുപ്പ് അഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ കൂടെ വരാം ആരാധനയ്ക്ക്. പ്രിയ സഹോദര, വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും ഒരൊറ്റ വാക്യത്തിൽ പോലും കർത്താവായ യേശുക്രിസ്തുവോ തന്റെ ശിഷ്യന്മാരോ ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ലേഖന കർത്താക്കൾ ആരും നാം ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസമാകുന്ന ഞായറാഴ്ച ആരാധിക്കണം, ശബത്ത് മാറിപ്പോകുമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അതാണ് ശരിക്കുള്ള ദുരുപദേശമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് അല്പം വേദനിച്ചാലും വേണ്ടില്ല, അത് ഞാനങ്ങ് വായിക്കാം. യോഹന്നാന്റെ 1ാം ലേഖനം 2ാം അധ്യായം 4ാമത്തെ വാക്യം. യോഹന്നാന്റെ 1ാം ലേഖനം 2ാം അധ്യായം 4ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? അവിടുത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ഞാനൊന്നും പറഞ്ഞില്ല, ബൈബിളാ പറയുന്നത്. എന്തു പറയുന്നു? ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ കൽപ്പനകൾ മാറിപ്പോയി, നീങ്ങിപ്പോയി, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നവർ ആരാണ്? അവർ കള്ളന്മാരാണെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ദുരുപദേശം പഠിപ്പിക്കുന്നത് ആരാണെന്ന് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കട്ടെ. പ്രിയമുള്ളവരെ, ജോബി ഹാൽവിൻ സഹോദരന്റെ മറ്റൊരാക്ഷേപം, ഞങ്ങൾ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ നറുക്കെടുപ്പ് കഴിഞ്ഞ ടിക്കറ്റ് വിൽക്കുന്നവരാണെന്നാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഒന്ന് കേൾക്കാം. ശബത്ത് എന്ന് പറയുന്നത് നറുക്കെടുപ്പ് കഴിഞ്ഞ ഒരു ടിക്കറ്റാണ്. അതിന് ബിബ്ലിക്കൽ സപ്പോർട്ട് പുതിയ നിയമത്തിൽ എവിടെയും ലഭ്യമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവർ വിൽക്കുന്ന ടിക്കറ്റ് യഥാർത്ഥത്തിൽ വാലിഡ് ആയിട്ടുള്ള ടിക്കറ്റ് ആണ്. പക്ഷേ ഇതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തത് നറുക്കെടുപ്പ് കഴിഞ്ഞ ടിക്കറ്റ് വിൽക്കുന്ന ശബത്തുകാർ എന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്തത്. അപ്പൊ ടിക്കറ്റ് യഥാർത്ഥമാണെങ്കിൽ പോലും, ഒറിജിനൽ ടിക്കറ്റ് ആണെങ്കിൽ പോലും അതിന് നറുക്കെടുപ്പ് കഴിഞ്ഞുവെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ ശബത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രഹസനം എന്ന് പറയുന്നത്.
നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ നറുക്കെടുപ്പ് കഴിഞ്ഞ ടിക്കറ്റ് വിൽക്കുന്നവരാണെന്ന്. ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ആ പറഞ്ഞത്. എൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവവചന സത്യം വിളമ്പുന്ന ഞങ്ങൾ നറുക്കെടുപ്പ് കഴിഞ്ഞ ടിക്കറ്റ് വിൽക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനം മാറിപ്പോയി, അത് പറയണ്ട എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് ദിനംതോറും എടുക്കുന്നവന് ദിനംതോറും ലോട്ടറി അടിക്കുകയാണ്. ഇതിന്റെ കാലാവധി തീർന്നിട്ടില്ല സഹോദര. ഇതിന്റെ കാലാവധി ഒരു കാലത്ത് മാറത്തില്ല. ഇതിന്റെ വാല്യൂ നിന്നു പോയിട്ടില്ലെന്ന് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എടുത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം യേശു പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് എന്റെ യേശു കർത്താവ് അടിവരയിട്ട് പറയുമ്പോൾ, ഇത് നറുക്കെടുപ്പ് കഴിഞ്ഞ ടിക്കറ്റാണെന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ ശിക്ഷാപതിയിൽ വീഴാതിരിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്. ഇത് നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറിയാണെന്ന് ലോകത്താരെയൊക്കെ പറയരുത്. ദൈവം തമ്പുരാൻ ഇതെല്ലാം കേൾക്കുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണ്? കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരാൻ പോവുകയാണ്. ജോബി ഹാൽബിൻ സഹോദര, ശ്രദ്ധിച്ച് കേൾക്ക്. കർത്താവ് ആരെ ചേർക്കാൻ വരുന്നു? തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ കടന്നു വരുന്നു. എന്താണ് ഒരു വിശുദ്ധന്റെ ലക്ഷണം? വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വിശുദ്ധന്റെ ലക്ഷണം, ഞാൻ ഈ നിൽക്കുന്നോണോ വെള്ളയും കറുപ്പും അണിഞ്ഞ് നിൽക്കുന്നതല്ല വിശുദ്ധന്റെ ലക്ഷണം. പിന്നെ എന്താ വിശുദ്ധന്റെ ലക്ഷണം? വെളിപ്പാട് 14:12 ഇങ്ങനെ പറയുന്നു, ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ. ഒരു വിശുദ്ധൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരുവനാണ് വിശുദ്ധൻ. യഹൂദന്മാർക്ക് പറ്റിയ തെറ്റ്, ഇന്നത്തെ മിടുക്കന്മാർക്ക് പറ്റിയിരിക്കുന്ന തെറ്റെന്താണെന്നറിയാമോ? യഹൂദന്മാർ രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. അവർ പ്രമാണത്തെ മുറുകെ പിടിച്ചു. ഇന്നത്തെ മിടുക്കന്മാരോ, പ്രമാണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ വേണം. ഈ രണ്ട് കൂട്ടരെയും ചേർക്കുവാനല്ല കർത്താവ് വരുന്നത്, വിശുദ്ധന്മാരെ ചേർക്കാനാണ്. എന്താണ് വിശുദ്ധന്റെ ലക്ഷണം? ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ കൽപ്പന മാറിപ്പോയെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കർത്താവേ, പ്രമാണം ഞങ്ങൾക്കില്ലായിരുന്നു, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു, തള്ളപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത്തരം ദുരുപദേശങ്ങളിൽ നിങ്ങൾ വീണു പോകരുത്. ഇത്തരം ദുരുപദേശങ്ങളിൽ വീണു പോകരുത്. ഞാനൊരു ചെറിയ ഡോസ് മാത്രമേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ കൊറോണ വാക്സിൻ എടുക്കുന്നവർക്ക് ഇപ്പം സർക്കാർ പറയുന്നത് 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ പിന്നെ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരുമെന്നാ. നേരത്തെ സഹോദരൻ അങ്ങനെ ഒരു വീഡിയോ പറയുന്നത് കേട്ടു. എന്താണ്? ഇതെൻ്റെ ഒരു സാമ്പിൾ ഡോസാണ്, ബൂസ്റ്റർ ഡോസ് വേണ്ടി വന്നാൽ കൊടുക്കുമെന്ന്. ഞാനും പറയുകയാണ്, ഇതൊരു സാമ്പിൾ ഡോസാണ്. ഇനിയും സത്യത്തിനെതിരെ പ്രതികരിക്കാനാ തീരുമാനമെങ്കിൽ ചിലപ്പോൾ ബൂസ്റ്റർ ഡോസ് വേണ്ടി വരും. എനിക്ക് അല്പം തിരക്കൊക്കെ ഉള്ള വ്യക്തിയാണ്. പെട്ടെന്ന് ചിലപ്പം ബൂസ്റ്റർ ഡോസ് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പം സർക്കാർ 84 ദിവസമൊക്കെ താമസിച്ചാണല്ലോ അടുത്ത ഡോസ് കൊടുക്കുന്നത്. അതുപോലെ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചെന്ന് വരും. എന്നാലും അത് തരാനായിട്ട് ശ്രമിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, സത്യം എന്നായാലും സത്യം തന്നെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് സത്യം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കട്ടെ. സത്യം തിരിച്ചറിഞ്ഞിട്ടും എൻ്റെ ഇന്നാരും ഒക്കെ ഇതിലായതുകൊണ്ട് എനിക്ക് അവിടെ ഒക്കത്തുള്ളൂ പാസ്റ്ററെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിന് മുഖം തിരിച്ചു നിന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാമത്തെ വാക്യം. എബ്രായർ 10:26 ചെവി തുറന്ന് കേട്ടോ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയുമേ ഉള്ളൂ. ആ ക്രോധാഗ്നിയിൽ വീഴാതിരിക്കണമെങ്കിൽ സത്യമനുസരിക്കാൻ തീരുമാനിക്കണം. സത്യത്തിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കല്ലേ. നല്ല തീരുമാനമെടുക്കുക.
ഞാൻ എന്തെങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് നല്ല തീരുമാനമെടുക്കാം. എത്ര പേർ തീരുമാനമെടുക്കും? കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഈ സത്യം തിരിച്ചറിയാതെ പോയി, എന്നാൽ ഇന്ന് ഈ സത്യം തിരിച്ചറിയുന്നു, സത്യമനുസരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. തീരുമാനിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഇന്നടിയങ്ങൾക്ക് തന്ന നല്ല ആലോചനയ്ക്കായിട്ട് സ്തോത്രം. സത്യം അറിയുകയും സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് കർത്താവെ തിരുവചനം അടിയങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. അവിടുത്തെ വചനമാകുന്ന സത്യം അടിയങ്ങളെ സ്വതന്ത്രരാക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ജോബി ഹാൽവിൻ സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള തെറ്റായ ചിന്താഗതികൾക്ക് മാറ്റം വരുവാനും സത്യത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുവാനും കുടുംബമായി, അദ്ദേഹത്തിൻ്റെ സഭയായി, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായി അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.